നമസ്കാരം. ഹമാസിന്റെ തലയെരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ചു എന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സർവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ താബാഷിനെ വധിച്ചു. ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. വിഷയത്തിൽ വലിയ നടുക്കത്തിലാണ് ഹമാസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ ഏകോപനത്തിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് തബാഷ്. തബാഷിന്റെ നഷ്ടം ഹമാസിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കഴിഞ്ഞ ദിവസവും ഗാസയിൽ കൂടുതൽ ആക്രമണം നടത്തിയ ഇസ്രയേൽ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമായിരിക്കുമെന്നും ഇനി ഒരു സമാധാന ചർച്ച നടക്കുമ്പോൾ ഒരു വശത്ത് ആക്രമണം കൂടി നടക്കുന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പും ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ തല അരിഞ്ഞത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടവും തകർന്നടിഞ്ഞു. തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത്. നേരത്തെ 17 മാസം നീണ്ട ആക്രമണം നടന്നിരുന്നു. ഈ ആശുപത്രി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു. ഈ ആശുപത്രിയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ നടത്തിയ ആക്രമണത്തിലാണ് തബാഷ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ. തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ വ്യോമാക്രമണത്തിൽ വധിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുമ്പോൾ പ്രതികരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല. ഒപ്പം സ്ഥിരീകരണം ഇസ്രയേലിൽ നിന്ന് വരുമ്പോൾ ഇനി എങ്ങനെ പ്രതിരോധിക്കണമെന്ന ആശങ്കയിലാണ് ഹമാസ്. ഹമാസിന്റെ ഖാൻ യൂണിസ് ബ്രിഗേഡിലെ ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ വിവിധ പ്രധാന പദവികൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തബാഷ്. 2005 ഗാസ മുനമ്പിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ ഷിൻബെറ്റ് കോർഡിനേറ്റർ ഒഡെഡ് ഷാരോൺ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം വഹിച്ചതിൽ തബാഷിന് നിർണായക പങ്ക് ഉണ്ടായിരുന്നു. ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ലംഘിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ആഴ്ച ഇസ്രയേൽ ഇടനാഴി തിരിച്ചുപിടിക്കാനാണ് നീങ്ങിയത്. ഗാസയിൽ ഇസ്രയേൽ സൈനിക നീക്കം ശക്തമാക്കി കഴിഞ്ഞു. ഗാസയുടെ വടക്കും തെക്കും ഭാഗങ്ങളിലേക്ക് ഇസ്രയേൽ കടന്നുകയറിയിട്ടുണ്ട്. സൈന്യം മുന്നേറ്റം വടക്കൻ പട്ടണമായ ബെയ്റ്റ് ലാഹിയിലേക്ക് വരെ വ്യാപിപ്പിച്ചു. തെക്കൻ അതിർത്തി നഗരമായ റാഫയിലേക്കും ഇസ്രയേൽ സൈന്യം നീങ്ങി. ഗാസ നഗരത്തിന് പടിഞ്ഞാറുള്ള 3 ഇടങ്ങളിൽ സൈന്യം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് ഇസ്രയേൽ സൈന്യം വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. അതിനിടെ ഗാസ സിറ്റിയുടെ കിഴക്ക് ഭാഗത്ത് നടന്ന ആക്രമണത്തിൽ ഒരു ദമ്പതിയും അവരുടെ 2 കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ മറ്റ് 2 കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെക്കൻ നഗരമായ റാഫേൽ കനത്ത ആക്രമണം നടക്കുന്നുണ്ട്. അവിടെ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം യമനിലെ ഹൂതി വിമതരുടെ ദീർഘദൂര മിസൈൽ ജെറുസലേമിനും മധ്യ ഇസ്രയേലിനും സമീപത്തും എത്തിയിട്ടുണ്ട്. മിസൈലുകളെ നിർവീര്യമാക്കാൻ സാധിച്ചുവെന്നാണ് സൈന്യം പറയുന്നത്.